ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ജില്ലാതല സമാപനം പട്ടാമ്പിയിൽ നടന്നു. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി BRCയിൽ നടന്ന ചടങ്ങിൽ DPC ജയപ്രകാശ് അധ്യക്ഷനായി. BPC VP മനോജ്, കൃഷ്ണകുമാർ, TK സ്മിത, CP ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉണർത്തുപാട്ട്, നാടകകളരി, കരവിരുത്, മറ്റ് കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു. ജീവിതങ്ങൾ അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി. ഭിന്നശേഷി മേഖലയിൽ ഒരുപാട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വന്നു. കുട്ടികൾ, ഇപ്പൊ കണ്ണു കാണാത്ത കുട്ടികള്, ആ കുട്ടികള് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച്, അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം എന്നതിനെ കുറിച്ച് ഇന്ന് കൃത്യമായ ധാരണയുണ്ട്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഏറ്റവും എമിനന്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിട്ട്, അധ്യാപകരായിട്ട്, റിസർച്ചേഴ്സ് ആയിട്ട്, മറ്റു പല മേഖലകളിലും നല്ല ജോലിയിലൊക്കെ തന്നെ അത്തരം ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അവർക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അന്ന് ബ്രെയിലി എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും പല സഹായമില്ലാതെ തന്നെ കഴിയുന്ന രീതിയിലേക്ക് മാറി. കണ്ണ് കാണാത്തവർക്ക് എങ്ങനെ ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുമെന്ന് ആശങ്കയോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ നടക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മൾ. ഇന്ന് അത് നമ്മുടെയൊക്കെ മൊബൈലിൽ ഒരു ടോക്ക് ബാക്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. വളരെ സുഖമായിട്ട് നടക്കും. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.